ഞാനിപ്പോൾ നിൽക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ്. വിഷുക്കണി ദർശനത്തിനായി പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. ഇന്ന് പുലർച്ചെ 3:30 ക്ഷേത്രനട തുറന്നു. 4 മണി മുതലാണ് ഭക്തർക്ക് വിഷുക്കണി ദർശനത്തിനുള്ള അവസരം ഉള്ളത്. 8 മണി വരെയായിരുന്നു വിഷുക്കണി ദർശനത്തിനുള്ള സമയം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അഭൂതപൂർവമായിട്ടുള്ള വലിയ ഭക്തജന തിരക്ക് കാരണം സമയം ഇപ്പോൾ 9 മണി വരെ നീട്ടിയിട്ടുണ്ട്. വിഷുക്കണി ദർശനത്തിനായി നാടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് വിഷുക്കണി ദർശനത്തിനായി. അമ്മേ, പഴയ വിഷുക്കണി ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? പഴയ വിഷുക്കണി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പിന്നെ രാത്രി തന്നെ കുളിച്ച് വൃത്തിയായിട്ട് എല്ലാവരും എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ട് വെച്ച് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും എല്ലാം ഒരുക്കി വെള്ളരി മുതൽ വിഭവങ്ങൾ കൊണ്ടിൻ്റെ സാധനങ്ങളെല്ലാം ഉണ്ടാക്കും. എന്നിട്ട് ഒരുക്കി വെച്ചിട്ട് ഈ പഴയ കാരണന്മാർ പ്രായമായവർ മക്കളെല്ലാവരും ചെന്ന് വിഷുക്കണി കാണാൻ ചെല്ലുന്നവർക്ക് എല്ലാവർക്കും വിഷുക്കൈ നീട്ടം കൊടുക്കും. അത് അന്നൊക്കെ ഓരോ തുട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇഷ്ടം പോലെ പണമായപ്പോൾ ഇഷ്ടം പോലെ എന്തോരം വേണേലും കൊടുക്കാം. അന്ന് ചെറിയ 10 പൈസ 5 പൈസ ഒക്കെ കിട്ടിയാലും വലിയ കാര്യമാണല്ലേ? കാര്യമാണ്. ഒരു തുട്ട് കിട്ടിയാൽ മതി. ഇപ്പം ഇവിടെ നമ്മൾ വന്നാൽ നമുക്ക് ഒരു തുട്ട് തരും. അതാണ് ഭഗവാനുള്ള നമുക്ക് തരുന്ന ഒരു പ്രസാദം. ഭഗവാന്റെ പ്രസാദമാണ്. അതാണ് പ്രസാദമായിട്ട് പോകുന്ന ഭാഗത്ത് നമ്മൾ വയ്ക്കും. എന്നിട്ട് പിറ്റേ വർഷം നമ്മൾ വരുമ്പോൾ അത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വെക്കും. അന്നേരം നമുക്ക് അന്നേരം തരും. അങ്ങനെയാണ് ഇത് അന്നേരത്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ അന്നത്തെ പോലെയുള്ള ആഘോഷങ്ങളൊന്നും ഇന്നില്ല. അന്ന് വലിയ കാര്യം മരുന്ന് പ്രയോഗവും എല്ലാം വീട്ടിൽ വലിയ പടക്കവും പിന്നെ പൂത്തിരി കമ്പിത്തിരി സാറും അതുകൊണ്ട് ചക്രവും എല്ലാം ഉണ്ട്. ഇതൊക്കെ വാങ്ങി വീട്ടിൽ വെച്ചിട്ടുണ്ടോ? ഇന്ന് നടത്തും ഇതെല്ലാം. ഇതൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം. ഇതിപ്പോ അമ്മച്ചിന്ന് എത്ര മണിയായപ്പോഴാണ് ഇവിടെ വന്നത്? ഞങ്ങളിവിടെ വന്നപ്പോൾ 5:30. ഞങ്ങൾ 4 മണിയായപ്പം വീട്ടിൽ നിന്ന് പോന്നു. 5:30 കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു. 6 മണിയായപ്പോഴത്തേനും വന്നു. അവിടെ പോലെ നിൽക്കുന്നതാണേ. എൻ്റെ മക്കളിതേ വരുന്നുണ്ട്. ആ വരുന്ന മക്കൾ വരുമ്പോൾ ഇതേ കൂടെ എനിക്കവിടെ കയറി പോകാൻ ഞാൻ ഇരിക്കുന്നതാണ്. അപ്പം കൃഷ്ണ ഭഗവാനോടെ രാവിലെ വിഷുക്കണി ദർശനം നടത്തിയപ്പോൾ എന്താ മനസ്സിൽ പ്രാർത്ഥിച്ചേ? ഞാൻ ഭഗവാനോട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ എല്ലാ സങ്കടങ്ങളും തീർത്ത് എൻ്റെ മക്കൾക്കെല്ലാം നല്ല ഐശ്വര്യവും സമ്പത്തും സൗഖ്യവും കൊടുത്ത് അനുഗ്രഹിക്കണം ഭഗവാനെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കുടുംബത്തിന് ഐശ്വര്യവും സമ്പത്തും സൗഖ്യം തന്നെ അനുഗ്രഹിക്കണമെന്നാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കാറ്. എൻ്റെ കുടുംബത്തിന് തന്നെയല്ല, ഈ ലോകത്തിലുള്ള മരിച്ചു പോയിട്ടുള്ള ആൾക്കാർക്കും ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്കും എല്ലാം ശാന്തി തരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. വേറെ ഒന്നും എനിക്ക് കഴിവ് കുറവാണ്. ഈ വിഷുക്കണി ദർശനം എന്ന് പറയുമ്പോൾ നമ്മൾ പുലർച്ചെ എഴുന്നേറ്റ് ആദ്യം കാണുന്നത് ഭഗവാനെയാണ് എന്നാണ്. അപ്പം കണ്ണ് പൊത്തിയൊക്കെയാണല്ലോ നമ്മൾ സാധാരണ വീടുകളിലൊക്കെ അങ്ങനെ ദർശനം നടത്തുക. വെച്ച് ഞങ്ങൾ 2 കൃഷ്ണന്മാരെ വെച്ച് പ്രാർത്ഥിച്ച് വിളക്കും വെച്ച് കത്തിച്ച് വെച്ചിട്ടായി വന്നിരിക്കുന്ന എല്ലാം ഒരുക്കി വെച്ച് ഞങ്ങൾ കണ്ണു ഉറച്ചു നോക്കി. എൻ്റെ കുഞ്ഞുമക്കൾ കൊണ്ട് എന്നെ കൊണ്ടുപോയി വിഷുക്കണി കാണിച്ചു. കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞ് ഒരുങ്ങിപ്പെറുക്കി ഞങ്ങൾ വന്നത് ഇവിടെ ഭഗവാനെ കാണാൻ. ഈ ആറന്മുളയ്ക്ക് വന്നിട്ടില്ല. എൻ്റെ മക്കൾ ആദ്യമായിട്ട് കൊണ്ടുവന്നതാണ്. എൻ്റെ ഭഗവാനെ എനിക്ക് കണ്ട് സന്തോഷമായിട്ട് എനിക്ക് തിരിച്ചു പോകാൻ വേണ്ടി. അമ്മയുടെ പേരെങ്ങനെയാ? കമലാക്ഷി എന്നാ പേര്. സ്ഥലം എവിടെയാ? സ്ഥലം എവിടെയാണ്? ഇടുക്കി ജില്ല രാജാക്കാട്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് വരികയാണ് അല്ലേ? വരുക. എന്നും ഞാൻ കേൾക്കാറുണ്ട് ആറന്മുള വള്ളംകളി. ഞങ്ങൾ കാണാറുണ്ട് TV-യിൽ. എന്നാലും എനിക്കിത് വരാനുള്ള ഭാഗ്യം ഭഗവാൻ തന്നു. എൻ്റെ ഭഗവാൻ തന്നതാണ് എനിക്ക്. അതുകൊണ്ട് ഭഗവാൻ എനിക്ക് കണ്ടിട്ട് സന്തോഷമായിട്ട് മടങ്ങി പോകാൻ പ്രാർത്ഥിക്കുക ഞാൻ. ഇപ്രാവശ്യത്തെ വിഷുക്കണി ദർശനം ഏതായാലും മനസ്സിൽ വലിയ സന്തോഷമുള്ളൊരു കാര്യമായി അല്ലേ? ഉള്ള കാര്യം എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ ആദ്യമായിട്ട് വരുന്ന ഇതിലെനിക്ക് വന്ന് കാണാനും ഭഗവാനെ കാണാനും. നമ്മൾ ഗുരുവായൂർ പോകിയാലേ ഗുരുവായൂരപ്പനല്ലേ ഇരിക്കുന്നത്. അപ്പം ഗുരുവായൂരപ്പനെ കണ്ടെനിക്ക് മനസ്സൊന്ന് സമാധാനത്തോടെ പോകാലോ എന്നോർത്ത് സന്തോഷിച്ച് ഞാൻ വന്നിരിക്കുന്നതാണ്. കാർഷിക സമൃദ്ധിയുടെ പ്രതീകമാണല്ലോ വിഷു എന്ന് പറയുന്നത്. നാളെ എൻ്റെ കമലാക്ഷി എന്ന പേരും പിന്നെ എല്ലാം ഇതാണ് കാകൂട്ടിയ. കാർഷിക സമൃദ്ധിയുടെ പ്രതീകമാണല്ലോ വിഷു എന്ന് പറയുന്നത്. കൃഷിയും കാര്യങ്ങളൊക്കെ പഴയകാലത്തൊക്കെ കൃഷി അമ്മയെപ്പോലുള്ള ആളുകൾക്കൊക്കെ നല്ലപോലെ ഓർമ്മ കാണും. ഇപ്പോൾ കൃഷിയൊക്കെ വളരെ കുറവാണ്. പുതിയ തലമുറയൊന്നും കൃഷിയിലേക്ക് വരുന്നില്ല.
അന്ന് പൊഴിഞ്ഞു പോയതൊന്നും ഇപ്പം ഇല്ല. അന്നത്തെ കൃഷി എന്നും ഈ കൃഷി വലിയ എല്ലാവർക്കും അന്ന് കൃഷിയുള്ളത്. ഇന്ന് ആർക്കും കൃഷി വേണ്ട. കണ്ടമെല്ലാം നികത്തി എല്ലാം ജോലിക്ക് പുറത്തോട്ട് പോയേക്കുക. നമ്മളെ പറമ്പൊക്കെ അവിടെ കിടക്കുന്നു. ഇട്ടിട്ട് പോകും, പണി ചെയ്യല. അത് കാരണം അന്നൊക്കെ ജീവിക്കാൻ കഷ്ടപ്പെട്ടല്ലേ ജീവിച്ചേ. ഇന്ന് എല്ലാമൊക്കെ ഉണ്ട്. ഇന്ന് കഷ്ടപ്പെടണ്ട ആർക്കും. അന്ന് പട്ടിണി കിടന്നു. ഞാൻ കിടന്നിട്ടുണ്ട് പട്ടിണി ഇല്ലാഞ്ഞ്. ഇപ്പം അപ്പോൾ ഈ പട്ടിണി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പുതുതലമുറയ്ക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം. അത് ഇല്ല അവർക്ക് അറിയില്ല. അവർക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളുമായി. നമുക്ക് സൗകര്യമില്ല. മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചാൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ. ഇപ്പം അതൊന്നും വേണ്ടല്ലോ. ഇപ്പം എപ്പോഴും കറണ്ട് രായും പകലും എല്ലാം കൊണ്ടും നമുക്കുണ്ടല്ലോ ഐശ്വര്യം. ഇപ്പം ഐശ്വര്യം എല്ലാ ഇറങ്ങിയാലും ഐശ്വര്യമുണ്ട്. എല്ലാവർക്കും ഒരു വിഷുദിന ആശംസ കൂടെ അമ്മയുടെ വക പറഞ്ഞോളൂ. ഈ വിഷുവിന് എല്ലാ ജനങ്ങൾക്കും ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. കമലാക്ഷി കമലാക്ഷിയമ്മ വളരെയധികം സന്തോഷത്തിലാണ്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് ആദ്യമായാണ് കമലാക്ഷിയമ്മ എത്തിയത്. അതും ഒരു വിഷുക്കണി ദർശനം കണ്ടുകൊണ്ട് മനസ്സ് നിറയെ സന്തോഷവുമായാണ് തൻ്റെ സ്വദേശമായിട്ടുള്ള ഇടുക്കിയിലേക്ക് കമലാക്ഷിയമ്മ പോകാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ ഭക്തജനത്തിരക്ക് തന്നെ അനുഭവപ്പെടുന്നു. രാവിലെ 9 മണി വരെയാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനം ഉണ്ടാവുക. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.